ആനന്ദ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. അച്ഛൻ എന്നേക്കാ വിശ്വാസം മറ്റവനല്ലേ? പിന്നെ ആ കള്ള ലാബ് റിപ്പോർട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ എന്താ? പക്ഷിശാസ്ത്രം പറയാൻ ഒരാള് വന്നിട്ടുണ്ട്. ആമാ, കിളി സയൻസ്. മനുഷ്യനോട് ഭ്രാന്തെടുത്തിരിക്കുന്നതാണ് അവന്റെ. ഇറങ്ങി പോടാ സാർ. இந்த പക്ഷി வந்து போய் சொல்ல மாட்டேன். ഇതുപോലുള്ളവന്മാരെ അടികൊടുത്ത് പറഞ്ഞു. സാർ, இந்த இடத்துல ஒரு கல்யாணம் நடக்க போகுது இல்லையா சார்? അതിന് നിനക്കെന്താ? இங்க இடத்துல ஒரு கல்யாணம் நடந்தால் ஒரு மரணம் நடக்க போகுது. കണ്ട കണ്ട, ഈ അലവരാതിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ വാ 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 വാ. ഇവനെ കണ്ട ഒരു വശപ്പശക ലക്ഷണമുണ്ട്. അതിപ്പോ അച്ഛനെ കണ്ടാലും ഇല്ലേ? அப்படியா? കർക്കിടകത്തിൽ 7ാം ഭാവത്തിൽ വേടം വന്നാൽ ഗുളികനെ കേൾക്കും. അതിന് കർക്കിടകത്തിൽ ഗുളിയല്ലല്ലോ. റൈറ്റ് ആൻസർ. നീങ്ക ജയിച്ചില്ല. മുരുക മുരുക പുലി മുരുക. അവൻ കോൺസെൻട്രേറ്റ്. Praise the Lord. இந்த പക്ഷി ശാസ്ത്രം வந்து நிஜமா சத்தியமுள்ளது. താൻ ചീട്ടെടുക്ക്. அம்மா செஞ்சோம்மா, வேகம் வந்து சீட்டடம்மா, சீக்கிரம் வாங்கம்மா சீட்டடம்மா. ஆஹா, வந்துட்டா என் சின்ன ராணி. எடுத்துட்டியா? உள்ளக்கர் மாவளை. தத்த எവിടെ? நீங்க பார்க்க முடியாது, எனக்கு மட்டும்தான் பார்க்க முடியும். அதுதான் ஏன் சித்தி என்ன பேச்சுது. இது ஏது கடவுள்? എടോ, താൻ അതിനകത്ത് നോക്ക്. இங்க இருக்க எனக்கு எல்லாமே தெரியும். இந்த கார்டில் வந்து ஸ்ரீராமன். இந்த கல்யாணம் நடந்தா நாடும் வீடும் உபேட்சிச்சு நீங்க காட்டி போயிடும். ஜோர்ஜ் குலங்கிற மாதிரி அலைஞ்சிடும். പ്രണയமான விஷயம், காதல், പ്രേമലു, മുഹബത്ത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ലവ്. അത് കറക്റ്റ്. താൻ ബാക്കി പറ. இந்த പയ്യൻ ഇല്ലയാ, ആ പയ്യന് പെണ്ണിനോട് അഗാധമായ പ്രണയം ഇருக்கு. അതുണ്ട്, എനിക്കറിയാം. അത് അച്ഛൻ എങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ അവർ കല്യാണം കഴിക്കുന്നത്. ആ പയ്യന്റെ കാര്യമല്ല ഇത്. പിന്നെ ഇത് വേറെ പയ്യൻ. താൻ വലിയ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഈ കല്യാണം നിർത്താനുള്ള വഴി പറ. എതുക്ക് ഈ കല്യാണം നിർത്തണോ? പയ്യനെ മാറ്റിയാ പോരെ? இந்த கார்டு பிரகாரம் ஒரு டாக்டர் பையன் இருக்கு. അതേത് ഡോക്ടർ? அவர் வந்து பெரிய சைக்காட்ரிஸ்ட், பெரிய ஹாஸ்பிட்டல். ഞാൻ ജോർജ് അല്ല അഞ്ജലി, ഞാൻ വന്ന് പക്ഷിരാജൻ. ഏത് ജോർജ്? ഏതോ ഇവനാണോ നിന്നെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യണ ജോർജ്? അതെ, ഞാൻ ജോർജാണ്. ചേട്ടാ, നിങ്ങളെ പെങ്ങളെ എനിക്ക് ഇടിച്ചു, ഞാൻ തത്തേ പോലെ നോക്കിക്കോളാം. അമ്മച്ചിയുടെ പിറകെയല്ല, മുന്നേ ഓടാനാണ് എനിക്ക് ഇഷ്ടം. ഭാര്യയുടെ കാമുകനെ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. അപ്പോഴാ പെങ്ങൾക്ക് വേറൊരു കാമുകൻ. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയാണ്. ഇനി ഈ കല്യാണം കണ്ടു നിൽക്കാനേ ആനന്ദേട്ടനെ കൊണ്ട് പറ്റും. അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കൊന്നും വേണ്ട. അവസാന മൊമെന്റ് വരെ നമ്മൾ പേടിക്കണം. ആനന്ദേട്ടൻ ഒതുങ്ങിയില്ലേ, ഇനി ആര് വരാനാ? ആര് വിചാരിച്ചാലും എക്സ്ക്യൂസ് മീ, ഒന്ന് മാറും. ആര് ഒരു ലൈറ്റർ ഉണ്ടോ? ആര് വിചാരിച്ചാലും എന്താണ്? ഒരു ഉമ്മ തരുമോ? ഉമ്മ നാളെ തന്നാ പോരെ? നാളെ എന്തായാലും തരുമല്ലോ. ഉമ്മ ഒന്നോടത്താ. ജോർജ് ജോർജ് എന്റെ പെങ്കൊച്ചിനെ കണ്ടവന്മാർ തിരിച്ചു കൊടുക്കാനല്ല, കൊല്ലും കുടുംബത്തോടെ കത്തിക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരാ മോനെ നീ? എന്താ അതിന്റെ പ്രശ്നം? ഓക്കെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജോർജ്, MBBS MD ഇൻ സൈക്കാട്രി. ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ പഴയ കാമുകൻ. ഇതാണോ എന്റെ സ്റ്റേറ്റ് പ്രേമം? സ്റ്റേറ്റ് അല്ല, കാസ്റ്റ്. അല്ല, മണവാളിനവിടെ. വിനു വിനു വിനു
അതെന്ത് ഇടപാടാ? അവന്റെ കാലിനായിട്ടുള്ള ഞാൻ ഇവിടെ വരുമ്പോ അവിടെ ഉണ്ടാവണ്ടേ? ശരിയാണ്. ഉണ്ടാവണ്ടേ? എന്താ ഇവിടെ ഒരു ബഹളം? ആരാടാ ഇവൻ? വിനു അച്ഛാ അല്ല, ഞാനല്ല. പോലീസിനെ വിളിക്കടാ. ഇനി ആർക്കെങ്കിലും പോലീസിനെ വിളിക്കണോ? ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അഞ്ജലി എന്റെ ജീവന. അവളെ ഒരുത്തരം കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. കെട്ടിക്കൊണ്ട് പോ, അനുവദിക്കില്ല. അറിയോ? നാളെ കല്യാണം എന്ന കളവണമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങിയ മിനിമം ഒരു 5-6 പേരെ ജീവനെങ്കിലും ഞാൻ എടുക്കും. നമുക്ക് നാളെ നേരെ ഗുരുവായൂർക്ക് പോവാം. ആ അതെ. ലൈറ്റർ ഫ്രണ്ട്. താങ്ക് യു. തുടക്കമാങ്കല്യം. ഇതിന്റെ ആരും ഒന്നും കഴിക്കാതിരിക്കുന്നേ. കഴിക്കേ. ഇതാരാ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ടുവച്ചേ? അനിയേ, ആ ഗ്യാസിനകത്ത് കൊണ്ടുവച്ചേ. കഴിക്കേ കേട്ടോ. എല്ലാരും കഴിച്ചിട്ട് പോകണം കേട്ടോ. മോനെ, നാളെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതിന്റെ ചീത്തപ്പേര് നിനക്ക് മാത്രമായിരിക്കില്ല. ഈ കല്യാണത്തിന് നീ കൂടെ നിൽക്കണം. നിന്റെ അച്ഛനാണെന്നൊന്നും വിചാരിക്കില്ല, ഒരു കൂട്ടുകാരനായിട്ട് ചോദിക്കുക. എന്താ മോനെ നിന്റെ പ്രശ്നം? ആ രഹസ്യം ഇനി ഈ ഭൂമിയിൽ മറ്റൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞില്ലാതാകട്ടെ. ആർക്കാ കുഴിയെടുക്കുന്നത്? കുറച്ച് വാഴ വെക്കാന്ന് വിചാരിച്ചു. നിന്റെ മോനെവിടെ? അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉറപ്പായിരുന്നൊരു പ്രൊമോഷൻ വിൻസാർ ഇടപെട്ട് ക്യാൻസൽ ചെയ്യിച്ചു. ഇനി ഗൾഫിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. കൂട്ടുകാരെ സഹായിക്കുന്ന പരിപാടി ഞാൻ ഇതോടെ നിർത്തി. അയ്യോ, നീ അങ്ങനെ പറയരുത്. എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം കൂടെ ചെയ്യണം. നിന്നെ എന്റെ വീട്ടുകാർക്ക് വലിയ കാര്യമാണ്. അതിന് മാത്രമല്ല, നീയായിട്ടുണ്ടാക്കി തന്നാണല്ലോ അഞ്ജലിയുടെ കല്യാണം. അപ്പം നീ എൻ്റെ വീട് വരെ ചെന്ന് എൻ്റെ വീട്ടുകാരോട് ചെറിയ ചില കാര്യങ്ങൾ പറയണം. നമ്മുടെ വിനുവിനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ. വിനു ഗൾഫിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയതാണെന്നും ഇനി അങ്ങോട്ട് ചെന്ന് അറബി പോലീസ് പിടിച്ച് ജയിലിലടക്കുമെന്നും അഞ്ജലിയുടെ ജീവിതം അതോടെ അവതാളത്തിലാവുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. മതി, വേണം. നിന്റെ കയ്യിൽ നിന്ന് 1-2 ഐറ്റംസ് കൊണ്ടിട്ടു. അറബിയുടെ ബെഡ്റൂമിനകത്ത് കയറി ഒളിച്ചിരുന്നെന്ന് കൂടി പറഞ്ഞാലോ? അത് ഇൻട്രസ്റ്റിംഗ് ആണ്. കിച്ചിക്കും. എന്റെ പൊന്നാനന്ദ, ഇതേ കാര്യം വിനുസാറ് പറഞ്ഞിട്ട് ഇതിന്റെ 3 ഇരട്ടി പൊലിമയോടെ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാണ്. അതിനവന്മാർ എനിക്ക് നന്നായിട്ട് തന്നു. അടിച്ചവന്മാർ മുഖം മൊബൈലിന്റെ ഫേസ് ഡിറ്റക്ഷൻ വർക്ക് ചെയ്യാത്ത കോലത്തിലാക്കി. ഒരു വഴിയുണ്ട്. നാളെ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. എന്നിട്ട് ഈ കല്യാണം താനേ മുടങ്ങാൻ നമുക്ക് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നീയേ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കുക. എന്നിട്ട് അതേ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും. ഇവനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന നടപടികൾ ആരും ഇല്ലായിരുന്നു.